ഒരു ഏജിന് മേളിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര ഗ്രേഡ് ആയിട്ടുള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആകണം. അത് മാത്രമല്ല, ആ ഒരു സർജറി വരുന്നതെന്ന് പറഞ്ഞാൽ ആ രോഗിക്ക് മറ്റൊരു തരത്തിലും നടന്ന് നിന്ന് ജോലി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈലിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ മാത്രമേ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യാറുള്ളൂ. ലോകം ഇതുവരെ കണ്ട സർജറികളിൽ ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് കമൻറ്റ് ചെയ്ത സർജറിയാണ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി, എസ്പെഷ്യലി നീ റീപ്ലേസ്മെൻറ്റ്, ഹിപ്പ് റീപ്ലേസ്. ഇന്ത്യൻ ഗവൺമെൻറ് ഹാസ് കം വിത്ത് പ്രിസൈസ്ഡ് റൂൾ ഓൺ ദിസ് പ്രോസ്തറ്റിക് ഇംപ്ലാന്റ്സ്. തോന്നുന്ന പോലെ ഒന്നും വിലയൊന്നും ഇട്ട് ആർക്കും ഇത് മാറ്റാനൊന്നും പറ്റില്ല. ഓരോ രോഗിയും ഡിസ്ചാർജ് ആകുന്ന ഫയലിൽ ഏത് മുട്ടാണ്, ഏത് കമ്പനിയുടെയാണ്, ഏത് മേക്കാണ് എന്നുള്ളതിൻ്റെ സ്റ്റിക്കറിങ് വരയ്ക്കും ഒട്ടിച്ച് കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ സൈൻ. എന്തോ ഒരു തേയ്മാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ മുട്ടിൻ്റെ വേദന തന്നെയാണ് സർ. വേദനയാണ്. അപ്പോൾ നമുക്കൊരു കൊളസ്ട്രോൾ വന്നു, കൊളസ്ട്രോൾ ഇല്ലാതാവണം. ഷുഗർ വന്നു, ഷുഗർ ഇല്ലാതാവണം. തേയ്മാനം വന്നു, തേയ്മാനം ഇല്ലാതാവണം. That's not possible. You accept the fact that this is a normal thing to have a arthritis. തേഞ്ഞതാണ്. ഈ ആർത്രൈറ്റിസിന്റെ പേര് വാദം എന്നാണ് എങ്കിലും തേയ്മാനം എന്ന് പറഞ്ഞൊരു മറുവേർഡ് അതിനകത്ത് നിൽക്കുന്നുണ്ട്. ഈ ആർത്രൈറ്റിസിന്റെ വാദവും ഈ തേയ്മാനത്തിന് നമുക്ക് കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല. ലോങ് ടേം സൊല്യൂഷൻ ആണോ റീപ്ലേസ്മെന്റ്? ഒബ്വിയസ്ലി ഇറ്റ്സ് എ ലോങ് ടേം സൊല്യൂഷൻ. കാരണം അതിൻ്റെ ഒരു നിയമാവസ്ഥ വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ 55 above ഇയേഴ്സിനാണ് നമുക്ക് ബൈ റൂള് ഒരു റീപ്ലേസ്മെന്റ് സർജറിയിലേക്ക് പാടുള്ളൂ എന്നുള്ളതല്ല, പാകമാകുന്നു എന്നുള്ളത്. വെൽക്കം ടു കൊയിലോൺ സ്കാൻസ് വെൽനെസ് വാച്ച്. ഇന്ന് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യമാണ്, പക്ഷേ നമ്മളത് പലപ്പോഴും അത് ഏജിങ്ങിൻ്റെ, അതായത് പ്രായത്തിൻ്റെ കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. അതങ്ങനെ പോവും. വലിയ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി മരുന്ന് കഴിച്ച് അങ്ങനെ പോവാം എന്ന് കരുതി അവഗണിക്കുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ഒരു ഏജ് കഴിഞ്ഞാൽ എസ്പെഷ്യലി എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ ആ പ്രോബ്ലത്തെ എങ്ങനെ നമുക്ക് നേരത്തെ കണ്ടെത്തി, നമ്മുടെ ഇനിഷ്യൽ സ്റ്റേജിൽ കണ്ടെത്തി, എങ്ങനെ ഞാൻ പറയാൻ പോകുന്ന ആ ഏരിയ അല്ലെങ്കിൽ അവയവത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് നല്ല കംഫർട്ടബിളായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ഈ ടോപ്പിക്കിനെ കുറിച്ച് നമ്മളോട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് പ്രഗത്ഭനായ ഒരു ഓർത്തോപെഡിക് സർജനാണ്. അദ്ദേഹം ഞാൻ നേരത്തെ പറയാറുള്ളത് പോലെ തന്നെ അത്യാവശ്യം സൗകര്യം കിട്ടിയ ജോയിൻ്റൊക്കെ മാറ്റി വെച്ച് കളയും. അപ്പോൾ ഇന്ന് അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. ജോയിൻറ്റ് മാറ്റി വയ്ക്കാൻ പറയാനല്ല, പക്ഷേ ജോയിൻറ്റ് മാറ്റി വെക്കാതിരിക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ച് പറയുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അന്ന് ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. പുള്ളി എത്രമാത്രം നമുക്കതിനുള്ള ടിപ്സ് പറഞ്ഞു തരുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് പ്രയോജനമായിരിക്കും. ഡോക്ടർ നൈജു, ഓവർ ടു യു. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു ഓർത്തോപെഡിക് സർജനും തേഞ്ഞ് ബുദ്ധിമുട്ടാവാത്ത ഒരു ജോയിൻറ്റും മാറ്റി വെക്കാറില്ല. അതെ, കാരണം ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറിക്ക് പ്രിസൈസ്ഡ് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്. ഒരു ഏജിന് മേളിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര ഗ്രേഡ് ആയിട്ടുള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആകണം. അത് മാത്രമല്ല, ആ ഒരു സർജറി വരുന്നതെന്ന് പറഞ്ഞാൽ ആ രോഗിക്ക് മറ്റൊരു തരത്തിലും നടന്ന് നിന്ന് ജോലി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈലിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ മാത്രമേ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യാറുള്ളൂ. വളരെ സുലഭമായിട്ട് ചെയ്യുന്ന സർജറിയാണ്. ഇറ്റ്സ് എ ഹൈലി സക്സസ് റേറ്റ് കമൻറ്റഡ് സർജറി. ലോകം ഇതുവരെ കണ്ട സർജറികളിൽ ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് കമൻറ്റ് ചെയ്ത സർജറിയാണ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി, എസ്പെഷ്യലി നീ റീപ്ലേസ്മെൻറ്റ്, ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്. അല്ല, ഞാനത് ആക്ച്വലി പറയാൻ കാര്യം കുറ്റപ്പെടുത്തലോടല്ല. ബിക്കോസ് നിങ്ങൾ തന്നെ പല രോഗികൾക്കും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് കുറച്ച് നേരത്തെ ഇത് കണ്ടെത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ, വേദനയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. സാറേ, ഇത് ശരി, എൻ്റെ യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ ഇതൊരു കണ്ടെത്തപ്പെടേണ്ട രോഗമല്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതെ, ഒന്ന്, ജോയിൻറ്റിന് തേയ്മാനം വരിക ഇസ് എ നോർമൽ പ്രോസസ്സ്. ഏജിങ്ങിൻ്റെ അണ്ടർസ്റ്റാൻഡ് ഇസ് എ നോർമൽ പ്രോസസ്സ്. തേയ്മാനമില്ലാതൊന്നും ആരും 90-ലും 100-ലും ലോകത്തുനിന്ന് പോകാറില്ല. തേയ്മാനം ഉണ്ടാകും. തേയ്മാനം നോർമലാണ്. പക്ഷേ ഏജിന് റിലേറ്റ് ചെയ്യുന്ന തേയ്മാനം മാത്രമേ വരാൻ പാടുള്ളൂ. 40-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് 60-ാം വയസ്സിന്റെ മുട്ട് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പ്രശ്നം. അപ്പോൾ ഈ തേയ്മാന അവസ്ഥ എന്ന് പറയുന്നത് ഏജിങ് പ്രോസസ്സ് ആണ് എങ്കിലും മറ്റു പല രോഗങ്ങളുടെ സെക്കൻഡറി കോംപ്ലിക്കേഷൻ ആയിട്ടും അതും വരാം, തേയ്മാനം വരാം. ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ സന്ധിവാദം പോലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ സന്ധികളെ ബാധിക്കുന്നതാണ്, നമുക്ക് തേയ്മാനം വരാം. ആ ഡ്യൂ കോഴ്സിൽ ചിലപ്പോൾ ആ ഒരു പേഷ്യൻ്റ് 30-ാമത്തെ വയസ്സിലായിരിക്കാൻ നിൽക്കുന്നത്. ചിലപ്പോൾ നമുക്ക് റീപ്ലേസ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരാം. അന്ന് നമ്മൾ ആ നിയമത്തെ ബ്രേക്ക് ചെയ്യും. 55 എന്ന് പറഞ്ഞ നിയമത്തെ ബ്രേക്ക് ചെയ്ത് ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്യാതെ ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അത് മാത്രമല്ല, ഇന്ത്യൻ ഗവൺമെന്റ് ഹാസ് കം വിത്ത് പ്രിസൈസ്ഡ് റൂൾ
ഓൺ ദിസ് പ്രോസ്തറ്റിക് ഇംപ്ലാന്റ്സ്. ശരി. തോന്നുന്ന പോലെ ഒന്നും വിലയൊന്നും ഇട്ട് ആർക്കും ഇത് മാറ്റാനൊന്നും പറ്റില്ല. കൃത്യമായ വിലകൾ മാത്രമേ വാങ്ങിക്കാൻ പാടുന്നുള്ള ഗൈഡ് ലൈൻസ്. ഇതിൽ തന്നെ പല ടൈപ്പ് ഉണ്ട് അല്ലേ ഈ ജോയിന്റ്? ഒരുപാട് തരങ്ങളുണ്ട്, ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്രൂവ്ഡ് കമ്പനീസിൻ്റെ മാത്രമാണ് ജോയിന്റ് റീപ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റുക. അതിൻ്റെ സർട്ടിഫിക്കേഷൻസ് അവർ പ്രൊഡ്യൂസ് ചെയ്യണം. ഓരോ രോഗിയും ഡിസ്ചാർജ് ആകുന്ന ഫയലിൽ ഏത് മുട്ടാണ്, ഏത് കമ്പനിയുടെയാണ്, ഏത് മേക്കാണ് എന്നുള്ളതിൻ്റെ സ്റ്റിക്കറിംഗ് വരയ്ക്കും ഒട്ടിച്ച് കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ റൂൾ. ഇറ്റ്സ് എ റൂൾ ആൻഡ് ഇറ്റ്സ് എ പ്രാക്ടീസിംഗ് റൂൾ. എല്ലാ ഡോക്ടേഴ്സും എല്ലാ ഹോസ്പിറ്റലും അത് ചെയ്യുന്നു എന്നുള്ളതാണ്. ആരും ചെയ്യാതെ ഒന്നത് ചെയ്യില്ല. ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ നമുക്ക് സാറ് പറഞ്ഞു തുടങ്ങിയ പ്രശ്നത്തിലേക്ക് വരാം. എല്ലാ ജോയിന്റ് പ്രശ്നങ്ങളും ജോയിന്റ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൊന്നും എൻഡ് ചെയ്യില്ല. വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ജോയിന്റ് റീപ്ലേസ്മെൻറ്റിൽ എൻഡ് ചെയ്യപ്പെടുക. അപ്പോൾ അത് എൻഡ് ചെയ്യാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ ആ ജോയിൻറ്റിനെ എങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ വളരെ നല്ലൊരു വണ്ടി വാങ്ങിച്ചു, ആ വണ്ടി തോന്നുന്ന രീതിയിൽ കട്ടറിലും മറ്ററിലും ഒക്കെ ഇട്ട് ഓട്ടിക്കുകയാണ്, ഓട്ടിച്ചോളൂ. പക്ഷേ വർഷാവർഷമുള്ള സർവീസിങ് കറക്റ്റായിട്ട് ചെയ്യണ്ടേ? അല്ലെങ്കിൽ നമ്മൾ സർവീസ് സെൻറ്ററിൽ നിന്ന് വിളിച്ച് നമ്മളെ അറിയിക്കും. നമ്മുടെ ബോഡിക്ക് സർവീസിങ് ഏജൻസി ഇല്ലാത്തത് കൊണ്ട് അത് നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളെ സന്ധികളെ ഏറ്റവും നല്ലവണ്ണം ബലപ്പെടുത്തി വെക്കാനുള്ള ഏറ്റവും നല്ല മെക്കാനിസം എന്ന് പറയുന്നത് സന്ധികൾക്ക് ചുറ്റുമുള്ള മസിലുകളെ ബലപ്പെടുത്തുക എന്നുള്ള സിമ്പിൾ ടെക്നിക്കാണ്. ഉപയോഗശൂന്യമായിരിക്കുന്ന ഒരു വസ്തുവെ ചീത്തയാവാറുള്ളൂ. അത് ശരീരത്തിലാണെങ്കിലും മെഷീനിലാണെങ്കിലും എവിടെയായാലും. ഇപ്പം നമ്മളെ മുട്ടുകളെ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള മസിൽസിന് വീക്ക്നെസ് വരാം. അത് തേയ്മാനത്തെ അതിൻ്റെ ഒരു ബയോ മെക്കാനിസത്തിന് ഇത് തകരം മറിക്കാം, തേയ്മാനങ്ങളിലേക്ക് പോകാം. ആ തേയ്മാനം വന്നിട്ടും നമ്മൾ ശ്രദ്ധിക്കാതെ അതിനെ വിടുമ്പോഴാണ് ഇതൊരു ചോദ്യം എനിക്കുന്നുണ്ട്. വെറുതെ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു സംഗതി എങ്ങനെ തേയ്മാനം സംഭവിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അവിടെ. സർ, എല്ലാ മെഷീൻസും ഒരു പെർഫോമൻസ് പീക്ക്നെസ് ഉണ്ട് അല്ലേ? ഇപ്പം ഒരു വണ്ടിയാണെങ്കിൽ 240 കിലോമീറ്റർ വരയ്ക്കും സ്പീഡ് റേഡിയസ് കാണിക്കുന്നില്ലേ? നമ്മളൊരു 200-220 വരെയൊക്കെ പലപ്പോഴും നമ്മൾ ഓട്ടിച്ച് നോക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഈ വണ്ടി 60 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ എൻ്റെ എൻ്റയർ ലൈഫ് 30 കൊല്ലത്തേക്ക് ഉപയോഗിച്ചിട്ടുള്ളെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? വിത്തൗട്ട് എ പ്രോപ്പർ സർവീസിങ്. അത്രയും ഞാൻ ഉദ്ദേശിച്ചു. നമ്മൾ മുട്ട എപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാർ, നമ്മൾ എണീറ്റ് നടക്കുന്നു, നമ്മൾ ബാത്റൂമിൽ പോകുന്നു, പക്ഷേ അവന് വേണ്ടുന്ന പെർഫോമൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണോ? എക്സാക്ട്ലി. അവന് വേണ്ടുന്ന ഒരു പെർഫോമൻസ് ഉണ്ട്. പ്രൊട്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള തിരിച്ചറിവ് വേണ്ടേ? തിരിച്ചറിവ് വേണം. ആ തിരിച്ചറിവ് വരുന്നത് എപ്പോഴും ഇതൊന്ന് ചീത്തയായതിനു ശേഷമാണ്. നമ്മളുടെ ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം ചീത്തയായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇത് പഴയ രൂപത്തിൽ എത്തിക്കണം. അതൊരു മനുഷ്യ സഹജമായ പ്രവണതയാണ്. ഇപ്പൊ നമുക്കൊരു കൊളസ്ട്രോൾ വന്നു, കൊളസ്ട്രോൾ ഇല്ലാതാവണം. ഷുഗർ വന്നു, ഷുഗർ ഇല്ലാതാവണം. ഇപ്പൊ തേയ്മാനം വന്നു, തേയ്മാനം ഇല്ലാതാവണം. That's not possible. You accept the fact that this is a normal thing to have a arthritis. തേഞ്ഞതാണ്. പിന്നെ എൻ്റെ കുറച്ച് കൂടുതൽ തേഞ്ഞ് പോയിട്ടുണ്ട് എങ്കിൽ ഇനി അത് കൂടുതൽ തേയാതിരിക്കാൻ എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് മേക്ക് യുവർ പെർഫോമൻസ് ബെറ്റർ ബൈ ദാറ്റ് ടൈം. അത് ഇപ്പോൾ നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ക്ലിനീഷ്യൻ എടുത്ത് ചെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ആ ഗ്രേഡ് ഓഫ് തേയ്മാനം ഏത് ജോയിൻ്റാണ് ബാധിച്ചിരിക്കുന്നത്, തേയ്മാനം തന്നെയാണോ വേദനയുടെ കാരണങ്ങൾ, അതോ ഇൻറ്റേർണൽ സ്ട്രക്ചറൽ ഡാമേജ് കൊണ്ടാണോ വേദന ഉള്ളത്? അതിലേക്ക് വരുന്നതിന് മുമ്പേ ഏറ്റവും ആദ്യത്തെ സൈൻ എന്തോ ഒരു തേയ്മാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ മുട്ടിൻ്റെ വേദന തന്നെയാണ് സാർ. വേദനയാണ്. എല്ലാ പ്രശ്നത്തിൻ്റെയും ഫസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു വേദനയായിരിക്കും. ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന. പക്ഷെ ആ വേദനയെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ എല്ലാ വേദനയും തേയ്മാനത്തിന്റെ വേദന ആകണമെന്നില്ല. ഈ ജോയിന്റ് എന്ന് പറയുന്നത് മുട്ടിന് മാത്രമായിരിക്കും, അവിടെ മാത്രം ലോക്കലൈസ്ഡ് ആയിരിക്കും തേയ്മാനാവസ്ഥ പറയുന്നത്. ഈ നമുക്ക് വരുന്ന സിംറ്റം ലോക്കലൈസ്ഡ് ആയിട്ട് വരാം, അവിടെ മാത്രം ലോക്കലൈസ്ഡ്. നമുക്ക് അതിനെ അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് മുട്ടിന്റെ ഉൾവശത്തൊരു വേദന വരുന്നു, മീഡിയൽ സൈഡിൽ ഒരു വേദന വരുന്നു, അത് മാത്രമാണ് സിംറ്റം. എനിക്ക് നടക്കുമ്പോൾ ഒന്നും പ്രശ്നമൊന്നുമില്ല സാർ. ഞാൻ കാലിന്റെ മേളിൽ കയറ്റി വെച്ചിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഈ സൈഡിൽ ഒരു വേദന വരുന്നു. ആ വേദനയ്ക്ക് ഒരു കാരണം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്റേ എടുത്തു. എക്സ്റേ പെർഫെക്റ്റ്ലി നോർമൽ, ഒരു തേയ്മാനത്തിന്റെ ഗ്രേഡും അതിനകത്ത് നമുക്ക് പറയാനില്ല, എല്ലിന്റെ ബലക്കുറവൊന്നുമില്ല. പക്ഷെ പെയിൻ പെർസിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ എല്ലുകൾക്കിടയിൽ ഇരിക്കുന്ന ഒരു കുഷൻ ഉണ്ട് അവിടെ, മെനിസ്കസ് എന്ന് പറഞ്ഞിട്ട്. ചിലപ്പം അതിനൊരു ചെറിയൊരു കീറൽ വന്നതായിരിക്കാം ഈ വേദനയുടെ കാരണം. അതല്ലെങ്കിൽ മീഡിയൽ കൊളാറ്ററൽ ലിഗമെന്റ് എന്നൊരു ലിഗമെന്റ് ഉണ്ട്, അവിടെ വന്നൊരു നീർക്കെട്ടായിരിക്കാം ഇതിന്റെ വേദനയുടെ കാരണം. സോ ഐഡന്റിഫൈ ദ കാസ്. ഇനി ഇതൊന്നുമല്ല, യു ആർ ഗോയിങ് ടു ഗെറ്റ്, യു ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ദ ഫസ്റ്റ് ഗ്രേഡ് ഓഫ് ഓസ്റ്റിയോആർത്രൈറ്റിസ് ചേഞ്ച് എന്നുള്ളതല്ലേ വാദം. ഈ ആർത്രൈറ്റിസിന്റെ പേര് വാദം എന്നാണ് എങ്കിലും തേയ്മാനം എന്ന് പറഞ്ഞൊരു മറുവേർഡ് അതിനകത്ത് നിൽക്കുന്നുണ്ട്. ഈ ആർത്രൈറ്റിസിന്റെ വാദവും ഈ തേയ്മാനത്തിന് നമുക്ക് കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല. കാരണം സന്ധിവാദം വേറെ എൻഡൈറ്റിയും തേയ്മാനത്തിന് വേറെ എൻഡൈറ്റിയും ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് പ്യൂർലി തേയ്മാനത്തിന്റെ പ്രശ്നത്തിനും സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അത് മറ്റൊരു കാരണത്താൽ വരുന്ന തേയ്മാനത്തിനെ അങ്ങനെയാണ് വകഭേദം ഉണ്ടാക്കുന്നത്. അപ്പം ഇഫ് ഇറ്റ് ഈസ് ഒരു തേയ്മാനത്തിന്റെ ആദ്യ ലക്ഷണങ്ങളാണ് എങ്കിൽ മറ്റൊരു കോസും ആ വേദനയ്ക്ക് അവിടെ ഇല്ല എന്ന് ക്ലിനീഷ്യന് ഉറപ്പുവരുത്താൻ പറ്റിയാൽ
You go with exercises which can protect your knee. ആ അപ്പോൾ തേയ്മാനം ഏജിൻ്റെ ആണോ വേറെ ഇൻഫെക്ഷൻ്റെ ആണോ എന്നുള്ളത് സ്ഥിരീകരിക്കാനുള്ള സംഗതികൾ വളരെ വളരെ വ്യക്തമായിട്ട് ഒരു എക്സ്റേ കൊണ്ടോ ഒരു MRI കൊണ്ടോ വളരെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാരണമേ അതിനകത്ത് ഈ വ്യത്യാസം നമുക്ക് ഡയഗ്നോസിസ് എന്തായാലും വേണം. വേദന നമ്മൾ നേരത്തെ ഉള്ള സബ്ജക്ട്സിലൊക്കെ സംസാരിച്ച പോലെ യു ഐഡന്റിഫൈ ദ പാറ്റേൺ, യു ഐഡന്റിഫൈ ദ കോസ് അറിയാതെ ഒരു ചികിത്സയില്ല. സ്വയമേ എനിക്ക് തേയ്മാനമായി നിർണ്ണയിക്കണ്ട. ഇപ്പോൾ പലരും 20-നും 30-നും ഇടയിലുള്ള വയസ്സിലുള്ള ആൾക്കാർക്ക് തേയ്മാനം ഉണ്ടെന്ന് തോന്നുന്നു സാറേ എന്ന് പറഞ്ഞ് വരുന്നത്. ഞാൻ നിങ്ങൾ എന്തിനെങ്കിലും ചിന്തിക്കുന്നേ, നിങ്ങൾ 30-ാമത്തെ വയസ്സിലെ വയസ്സായോ? അപ്പോൾ സ്വയമേ വേറൊരു റീസൺ കൊണ്ടായിരിക്കും പെയിൻ വരാം. ചിലപ്പോൾ ഇൻഫെക്ഷനോ ചിലപ്പോൾ ഒരു മെക്കാനിക്കലും ആയിരിക്കാം സാർ. ആ കാലിൻ്റെ ഉപയോഗം ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, കിടന്നുറങ്ങുമ്പോൾ കാലിന് മുകളിൽ കയറ്റി വെച്ച് കിടന്നുറങ്ങുന്ന എത്രയോ ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. കൈ തലക്കടിയിൽ വെച്ച് കിടന്ന് അവർക്കൊരു ഷോൾഡർ പെയിൻ വരാലോ. അത് തേയ്മാനം ആവണമെന്നില്ല, ഒരു ഇന്റേണൽ ജോയിന്റ് പ്രോബ്ലം ആവണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി എ മെക്കാനിക്കൽ പെയിൻ. സോ എനിത്തിങ് or an injury, ഒരു previous injury. So identify sir, identify and go ahead. Yeah, simple. പക്ഷേ ഐഡന്റിഫൈ ചെയ്യാതെ ഗോ ഹെഡ് ചെയ്യുന്ന പല അതാണ് റുട്ടീൻ. അതുകൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും മുട്ടൊക്കെ മാറ്റി വെക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുന്നത്. ഞങ്ങൾ നിർബന്ധിതരാണ് സാർ. അല്ലല്ല, അല്ലെങ്കിൽ അയാൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ക്വാളിറ്റി ആണ് സാർ ലൈഫിന്റെ, ക്വാണ്ടിറ്റി അല്ല. ഞാൻ 90 വയസ്സ് വരെ ജീവിച്ചു, 95 വയസ്സ് വരെ ജീവിച്ചു. എനിക്ക് പരസഹായമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റണം എന്നുള്ള ഒരു പേഷ്യൻ്റ് ആവശ്യകതയാണ് ഇത്തരത്തിലുള്ള സർജറിയുടെ നീഡ് വരുന്നത്. ഇത് സ്നേഹം കൊണ്ടോണോ അല്ലോ എന്നും എനിക്കറിയാൻ വയ്യ. പുറത്ത് നിൽക്കുന്ന ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്ന പേരൻസിന് വേണ്ടി ഇങ്ങനെ മാറ്റിവെക്കൽ നടത്താറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, അവരുടെ ലൈഫ് ഇവിടെ കംഫർട്ടബിളായിട്ട് ഇരിക്കട്ടെ എന്നും, ഇവർക്ക് എപ്പോഴും ഇങ്ങനെ അവരും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുമല്ലോ ഇവിടെ വേദന മുട്ട എന്നൊക്കെ പറയുമ്പോൾ. ഞാനിങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്, അമ്മയുടെ മുട്ട രണ്ടും ഇപ്പം വന്ന ലീവിന് വന്നപ്പോൾ അങ്ങ് മാറ്റിവെച്ച് എന്നൊക്കെ പറയാറുണ്ട്. സാർ, ഇത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നമ്മളിപ്പം ഇന്ത്യയിൽ കാണുന്ന പോലെ ഗ്രേഡ് 3 ഗ്രേഡ് 4 തേയ്മാനമായതിനു ശേഷമുള്ള റീപ്ലേസ്മെന്റ് ഒന്നും അല്ല. അവിടെയൊക്കെ കുറച്ച് ഏർലി റീപ്ലേസ്മെന്റ്സ് വരാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ വരെയും വളരെ പ്രചാരണത്തിൽ യൂണിലാറ്ററൽ നീ റീപ്ലേസ്മെന്റ്, അതായത് തേഞ്ഞ ഒരു സൈഡിനെ മാത്രം മാറ്റി വെക്കുന്ന ഒരു ശസ്ത്രക്രിയ പ്രചാരണത്തിൽ വന്നു. പക്ഷെ അത് അത്ര അങ്ങോട്ട് പോപ്പുലറൈസ് ആയിട്ട് ഒരു കോണ്ടൈൽ മാത്രം മാറ്റി വെക്കും. എന്ന് വെച്ചാൽ മീഡിയൽ സൈഡ് മാത്രമേ തേഞ്ഞിട്ടുള്ളൂ, മീഡിയൽ സൈഡ് മാത്രം നമ്മൾ മാറ്റി വെക്കുന്നു. പിന്നീട് അത് ഫുൾ തേയ്മാനം വരികയാണെങ്കിൽ ഫുൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. അപ്പം ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് മേക്കിംഗ് ആണ്. ഇപ്പോൾ ഒരു ചെറിയ തേയ്മാനം ഗ്രേഡ് 2 തേയ്മാനമാണ്, പക്ഷേ അയാളുടെ ലൈഫിനെ ഡിസ്റ്റർബ് ചെയ്യുകയാണ്. ഹീസ് ഇൻ ഹിസ് 50s, ഹി കാൻ ഡു ഇറ്റ് പ്രോപ്പർലി, ഹി കാൻ ഡു ഇറ്റ്. ഇറ്റ് ഇസ് എ ഡിമാൻഡ് ഓഫ് ദ പേഷ്യൻറ്റ്, ബട്ട് ഇൻഡിക്കേഷൻ ഷുഡ് ബി ജസ്റ്റിഫൈഡ് ബൈ ദ ട്രീറ്റിംഗ് സർജൻ. വേറൊന്നും ചോദിച്ചോട്ടെ, പല റേറ്റ് ഉണ്ടെന്നായിരുന്നു സാർ. അതൊരു തെറ്റിദ്ധാരണയാണ് സാർ, അതൊരു തെറ്റിദ്ധാരണയാണ്. അതിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സസ് സാർ. പക്ഷേ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു സീലിംഗ് ഉണ്ട്, അതായത് റീപ്ലേസ്മെൻറ്റ് പ്രോസസ്സിൻ്റെ മേളിൽ ഒരു കൃത്യമായ ഒരു റേറ്റ് മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ എന്നുള്ളത്. പക്ഷേ റേറ്റ് ഡിഫറൻസ് വരുന്നതിൻ്റെ കാരണം അതല്ല. ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ പേഷ്യൻ്റ് ഓപ്റ്റ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ആയിരിക്കും. എനിക്ക് അവിടുത്തെ ഏറ്റവും വലിയ സ്യൂട്ട് ഫെസിലിറ്റി റൂം വേണം, പിന്നെ ഈ ഇംപ്ലാന്റിനകത്ത് തന്നെ കുറച്ചും കൂടെ ഹൈലി പോളിഷ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പോൾ ഹിപ്പ് റീപ്ലേസ്മെൻറ്റിനകത്ത് സെറാമിക് മെറ്റീരിയൽസ് വരുന്നുണ്ട്, ഇപ്പോൾ നീ റീപ്ലേസ്മെൻറ്റിനകത്ത് ഓക്സീനിയം അല്ലെങ്കിൽ ഗോൾഡ് ടൈപ്പ് മെറ്റീരിയൽസ് വരുന്നുണ്ട്. അത് വേണമെന്ന് ഡിമാൻഡ് ചെയ്യുന്ന ഒരാൾക്ക് ഒബ്വിയസ്ലി റേറ്റിൻ്റെ ഡിഫറൻസിയേഷൻ വന്നു. ലോങ് ടേം സൊല്യൂഷൻ ആണോ റീപ്ലേസ്മെൻറ്റ്? ഒബ്വിയസ്ലി ഇറ്റ്സ് എ ലോങ് ടേം സൊല്യൂഷൻ. കാരണം അതിൻ്റെ ഒരു നിയമാവസ്ഥ വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ 55 above ഇയേഴ്സിനാണ് നമുക്ക് ബൈ റൂള് ഒരു റീപ്ലേസ്മെൻറ്റ് സർജറിയിലേക്ക് പാടുള്ളൂ എന്നുള്ളതല്ല, പാകമാകുന്നു എന്നുള്ളത്. ഇൻഡിക്കേറ്റഡ് നീ ആണെങ്കിൽ ചെയ്യുക. ഇതിൻ്റെ ഒരു മെറ്റീരിയൽ ലൈഫ് എന്ന് പറയുന്നത് 15 to 25 ഇയേഴ്സ് വരെയൊക്കെ ക്ലെയിം ചെയ്യുന്നത്. 55 വയസ്സിന് പറയുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 വയസ്സിന് ശേഷം നമ്മൾ എത്രത്തോളം ആക്റ്റീവായിട്ട് നമ്മളെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. 40-നും 45-ലും ചെയ്യുന്ന ആക്റ്റീവ്നെസ് എന്തായാലും 55-നും 65-നും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല. സോ അത്രയും ലെസ് എഫേർട്ടേ ആ പ്രോസസ്സിന് വരുന്നുള്ളൂ. സോ അങ്ങനെ ഒരു 55-ന് ശേഷം ചെയ്യുന്ന ജോയിന്റ് ഇറ്റ് വിൽ ഈസിലി പാസ് ഓൺ ടു 85, 90 ആൻഡ് ഗോ. അതാണ്. പക്ഷേ നേരത്തെ ചെയ്യുന്നവർക്ക് റിവിഷൻ റീപ്ലേസ്മെന്റ് വരാൻ സാധ്യത സർജറി ഉണ്ട്. അതായത് ഇപ്പം ഒരു 30-ാമത്തെ വയസ്സിൽ സന്ധിവാദം വന്നു, നമ്മൾ ജോയിന്റിനെ റീപ്ലേസ് ചെയ്തു. അയാൾ വളരെ ആക്റ്റീവായിട്ട് ജോലി ചെയ്ത് ജീവിക്കേണ്ട ആളാണ്. അയാൾ ചിലപ്പോൾ ഒരു 10 കൊല്ലം 15 കൊല്ലം കഴിയുമ്പോൾ ഈ മെറ്റീരിയലിന്റെ ഒരു വെയർ ആൻഡ് ടെയറിനെ ഫേസ് ചെയ്യേണ്ട വന്നേക്കാം.
അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ റിവിഷൻ റീപ്ലേസ്മെന്റ് അതിന് ഇത് മാറ്റിയിട്ട് വേറൊരു കമ്പോണന്റ് അതിനകത്ത് ഇടണം. അത് അതിന്റെ സുപ്പീരിയർ കമ്പോണന്റ് ആയിരിക്കും. അത് നോർമൽ മെറ്റീരിയൽ ആയിരിക്കില്ല, നോർമൽ സ്ട്രക്ചർ ആയിരിക്കില്ല ആ മെറ്റീരിയലിന്. അതിന് ഒബ്വിയസ്ലി റേറ്റും ഡിഫറൻസ് ആയിട്ട്. ടയർ തേയ്മാനം ആകുമ്പോൾ നമ്മൾ ടയർ മാറ്റുന്ന പോലെ ഒരു പക്ഷേ അതെ വേണമെങ്കിൽ അങ്ങനെ നിസ്സാരമായിട്ട് തന്നെ വൽക്കരിക്കാം. ഞങ്ങൾക്ക് അത്രയും നിസ്സാരമായിട്ട് വൽക്കരിക്കാൻ പറ്റില്ലെങ്കിൽ എനിവേ ആ സർജിക്കൽ ആസ്പെക്റ്റിനെ കുറിച്ചേ അല്ല പറയുന്നത്. അത് വേണ്ടത് ചെയ്തേ ഒക്കത്തുള്ളൂ. നീ റീപ്ലേസ് ചെയ്യേണ്ടത് മാത്രമേ നീ റീപ്ലേസ്മെന്റ് ചെയ്യത്തുള്ളൂ. ആരും അല്ലാതെ ചെയ്യാൻ ഫോഴ്സ് ചെയ്യത്തുമില്ല, ചെയ്യുന്നുമില്ല. ദാറ്റ് ഈസ് യുവർ ഡിസ്ക്രിപ്ഷൻ. ഇഫ് യു വാണ്ട് ടു ഹാവ് എ പെയിൻലെസ് ലൈഫ്, ഡെഫിനറ്റ്ലി ഡോക്ടർ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഈ വേദന സംഹാരികൾ കഴിച്ച് ജീവിതം വേദനയോട് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്യാൻ. ഇന്ന് ഗവൺമെന്റ് തലത്തിൽ തന്നെ അതിനുള്ള പല ഒരുപാട് സ്കീംസ് ഉണ്ട്. സാമ്പത്തികമായി ഒരുപാട് ഗവൺമെന്റ് ഒരുപാട് സ്കീംസ് ഉണ്ട്. ഫുൾ ഫ്രീ ആയിട്ടൊക്കെ ചെയ്യുന്ന സെന്റേഴ്സും ഉണ്ട്, സ്കീംസും ഉണ്ട്. ഇതൊക്കെ ഒരു അവയർനെസ് ആയിട്ട് ഇരിക്കട്ടെ. പക്ഷേ ഇതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് യങ്ങായിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജോയിൻസ്, നമുക്ക് ഒരുപാട് ജോയിൻസ് ഉണ്ട്. ഈ ജോയിൻസിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാമെന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനോ അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെയുള്ള എന്തെങ്കിലും ഈ പഠനങ്ങൾ, ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ജനിതകമായിട്ടുള്ള വേരിയേഷൻസ് വരയ്ക്കും ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പറയപ്പെടുന്നു. കാരണം ഇതെല്ലാം കുറെ പ്രോട്ടീൻസിന്റെയും ഒക്കെ കൊളാജൻ ഫൈബേഴ്സിന്റെ ഒക്കെ തലങ്ങളിൽ വെച്ചുള്ള സംസാരങ്ങളാണ്. ഈവൻ സപ്ലിമെന്റ്സ് വരെ അതിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. സപ്ലിമെന്റ്സ് വരുന്നത്. ബട്ട് വാട്ട് എവർ ഇറ്റ് ബി, നമ്മൾ യൂസ് ചെയ്യുന്ന യൂസേജ് ആണ് ആ മെഷീൻ്റെ പ്രിസൈസേഷൻ. യു സ്റ്റാർട്ട് യൂസിങ് ഇറ്റ് ഫ്രം വളരെ യങ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അത്ലറ്റിക്. അയാളൊരു നീ റീപ്ലേസ്മെൻറ്റ് സർജറിക്ക് പോകുക എന്ന് പറയുന്നത് ഒബ്വിയസ്ലി മറ്റൊരു കാരണം കൊണ്ട് മാത്രമേ ആയിരിക്കുകയുള്ളൂ. അപ്പം ആ ഒരു ആക്റ്റീവ്നെസ്സിൽ അതിനെ കൊണ്ടുപോവുക. ഇനിഷ്യലി വരുന്ന മുട്ടിൻ്റെ ട്രോമാസ് ഉണ്ടെങ്കിൽ, ജോയിൻറ്റിൻ്റെ ട്രോമാസ് ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുക ഇനിഷ്യലി തന്നെ. അതെ, അതിന് ബയോമെക്കാനിക്സിന് വേരി ചെയ്യുന്ന എന്ത് ഇഞ്ചുറി വന്നാലും അതിനെ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോയാൽ. ഇപ്പം ജോയിൻറ്റ് പ്രിസർവേഷൻ ആണ് സാർ ഇപ്പോഴത്തെ തീം. ജോയിൻറ്റ് പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തേയ്മാനത്തിലേക്ക് പോകാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, അതാണല്ലോ നമ്മുടെ ഇവിടുത്തെ ടോപ്പിക്. ഈവൻ PRP ഉണ്ട്, ഈ ആർത്രോസ്കോപ്പിക് സർജറീസ് ഉണ്ട്, ഈ ചെറിയ മെനിസ്കൽ റിപ്പയറിംഗ് പോലെ റിപ്പയർ ചെയ്ത് കാർട്ടിലേജിനെ റിപ്പയർ ചെയ്ത് അതിലേക്കൊക്കെ പ്രിസർവേഷൻ ആണ് നമ്മുടെ ഇപ്പോഴത്തെ തീം. അതിലേക്കൊക്കെ അതിൻ്റെ ആ റിപ്പയറിലേക്ക് നമുക്കൊരു ടോപ്പിക്ക് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യണം. ഇപ്പോൾ ആ റിപ്പയറിലേക്ക് എത്തുന്നതിന് മുമ്പ് ഡോക്ടർ പറഞ്ഞ ഈ പോയിൻറ്റ്സുകൾ ഒന്ന് ശ്രദ്ധിച്ച് തുടക്കം മുതലേ ആ പെയിൻ വന്ന ഒരു നീരൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഡോക്ടറെ അടുത്ത് പോയി എന്താണത് ഒന്ന് അഡ്രസ്സ് ചെയ്താൽ മതി. അത് ഏജിൻ്റെ ആണെങ്കിൽ അത് അവർ പറയുന്ന പോലെ ചെയ്യാം. ഏജിൻ്റെ അല്ലാത്തൊരു ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിന് വേണ്ടി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഇവിടെ സോൾവ് ചെയ്യും. അങ്ങനെ ട്രീറ്റ് ചെയ്യാതെ വേദന സംഹാരി മാത്രം കഴിക്കുമ്പോഴാണ് ഈ ജോയിൻ്റ് ഓരോ ദിവസവും ഇല്ലാതാകുകയും ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ റീപ്ലേസ്മെൻറ്റിൽ എത്തിച്ചേരുകയും ചെയ്യും. ഈ ടോപ്പിക്ക് എനിക്ക് തോന്നുന്നു വളരെ ഇൻട്രസ്റ്റിംഗ്, വേദനയോടുകൂടി നടക്കുന്നവരും എടുക്കുന്നവർക്കും വളരെ ഇൻഫോർമേറ്റീവ് ഒരു ടോപ്പിക്കാണ് ഡോക്ടർ നൈജു ഇവിടെ പ്രസൻറ്റ് ചെയ്തത്. ഈ ബിസി ഷെഡ്യൂളിൽ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന് വന്ന് ഇത്രയും സക്സസ്ഫുൾ ആക്കിയതിന് ഇറ്റ്സ് റിയലി താങ്ക്ഫുൾ. ഇനിയും ഐ നീഡ് യുവർ സപ്പോർട്ട്. താങ്ക് യു.